മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വസായ റോഡിൽ നിന്ന് വെറും 15 രൂപയുള്ളൂ ലോക്കൽ ട്രെയിനിൽ പോകാനായിട്ട്. ട്രെയിൻ കാത്തിക്കാണ്, 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരിക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കിടക്കുന്ന ട്രെയിനിലാണ് നമ്മൾ വന്നത്. ഇവിടെയും റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേറെ എങ്ങോട്ടോ പോകുന്ന ഒരു ലോക്കൽ ട്രെയിൻ അതിലേ പോകുന്നുണ്ട്. ഞാനിവിടെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുത്ത് നമ്മളിപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യേൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ആ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിക്കാണ്. ഞാൻ ആദ്യം ആ സൈഡിലാണ് ബസ് കാത്തുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അവിടെ നിന്നാണ് ബസ് കിട്ടുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഈ സൈഡിൽ നിന്നാണ് ബസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് വന്നിക്കാണ്. അവിടെ കുറേ നേരം ബസ് കാത്ത് നിന്നിട്ട് ബസ് വരുന്നത് കാണില്ല. അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഞാൻ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് 5 രൂപ കൊടുത്താൽ മതി അവിടേക്ക് എത്താനായിട്ട്. എന്നാൽ പിന്നെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വരെ അങ്ങ് പോയ പോലെ വിചാരിച്ചു. എപ്പോഴും ട്രെയിനും ഉണ്ട്. ഇതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറുകയാണ്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. നമ്മളിപ്പോൾ ലോക്കൽ ട്രെയിനിലാണ് കയറിയിട്ടുള്ളത്. മുംബൈ ലോക്കൽ ട്രെയിന് അതിലാണുള്ളത്. നേരെ ചർച്ച് ഗേറ്റിലേക്കാണ് പോകുന്നത്. കുറേ വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്. ആ ഫ്ലാറ്റുകളുടെ പുറകിലൂടെയാണ് നമ്മളെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ മാത്രം വലിയ തിരക്കൊന്നും ട്രെയിനിലില്ല കേട്ടോ. ഉള്ളിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ആൾക്കാർ വെറുതെ വന്ന് തൂങ്ങി നിൽക്കുന്നത്. ഇതിപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള നെറ്റുള്ള ജനലാട്ടോ ഈ ട്രെയിനിൻ്റെ പുറത്തൂടെ വേറൊരു ലോക്കൽ ട്രെയിന് പോകുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ട്രെയിനിൻ്റെ എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ നമ്മൾ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ചർച്ച് ഗേറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് നോക്കണം. ഛത്രപതി ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷനാണ് ആ ദൂരെ അവിടെ കാണുന്നത്. അവിടേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചുറ്റി വളഞ്ഞ് പോകണം. നമുക്ക് നാളെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതിപ്പോൾ ഒരു സിഗ്നലാണ്. ഈ സിഗ്നൽ ക്രോസ് ചെയ്ത് പോകണം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനി 1 കിലോമീറ്റർ കൂടി നടക്കണം. ഞാൻ പിന്നെ നടക്കാമെന്ന് വിചാരിച്ചത്. ഏതായാലും നമ്മൾക്ക് ആദ്യമായിട്ട് വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി നടന്നാൽ മതി. ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 1.8 കിലോമീറ്ററാണ്. അപ്പോൾ 26 മിനിറ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നടക്കാനുള്ള ദൂരം. ഏകദേശം അത്രയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. വലിയൊരു ജംഗ്ഷനാട്ടോ. ഞാനിപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നതാണ്. അപ്പം നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തി. ഇവിടെ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഈ സമയത്ത് വൈകിട്ടാണ് ലൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ ഉള്ളത്. അതായത് ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് വൈകിട്ടാണ് ഉണ്ടാവുക, ഇരുടായതിന് ശേഷം. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഹിസ്റ്ററി പറയുന്നുണ്ട്. മുംബൈ താജ് ഹോട്ടലാണ് കാണുന്നത്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ കുറേ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടേക്കൊക്കെ ആയിട്ട്. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ബോട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഇത് മുംബൈയൊക്കെ ഒന്ന് ചുറ്റി ഇവരായിരിക്കും ഈ ബോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ.
ഇത് ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഇതാണ് ഗേറ്റ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറേ അധികം ബോട്ട് അപ്പുറത്തേക്ക് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു ഷെയർ ഓട്ടോ കിട്ടി ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം ആ ഷെയർ ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ്. നമ്മുടെ ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് തന്നെയാണ് ഇത്. അവിടെ നമുക്കത് കാണാം. പിന്നെ താജ് ഹോട്ടലുണ്ട്. താജ് ഹോട്ടലിൻ്റെ ഈ സൈഡിലാണ് താജ് ഹോട്ടൽ. അതിൻ്റെ മുന്നിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് യൂ ടേൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരും താജ് ഹോട്ടലിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള റൂട്ടിലൂടെ. ആ സൈഡിൽ കാണുന്നത് കടലാണ്. കടലിൻ്റെ ഭാഗങ്ങളാണ് ആ സൈഡിൽ. ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലൊക്കെ വെള്ളമാണ്. നൈറ്റിലൊക്കെ നല്ല വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പകലും നല്ല വ്യൂ തന്നെയാണ്. അപ്പം നമ്മളിവിടുന്ന് യൂ ടേൺ എടുക്കും. ഇവിടുന്ന് യൂ ടേൺ എടുക്കും. ഞാനിവിടെ എത്തിയിട്ട് ഡബിൾ ഡെക്കർ ബസ് കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോഴേക്കിതാ വന്ന ഡബിൾ ഡെക്കർ ബസ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.